ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. ഓ അതിനെന്താ ചേച്ചി, ധൈര്യമായിട്ട് തുടങ്ങിക്കും. 399 കേസ് കേട്ടല്ലേ ഉള്ളൂ, തുടങ്ങിക്കോ കേട്ടോ. ഫുൾ സപ്പോർട്ട്. ഇത് ഞാനൊരു പ്രൊമോഷനും കൂടെ അങ്ങ് തരുക രേണു സുധിക്ക് ഫ്രീ ആയിട്ട്. അപ്പം 399 കൊടുത്താൽ നിങ്ങൾക്ക്, എനിക്കൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ 399 കൊടുത്തിട്ട് അതിലോട്ട് കയറുമ്പോൾ രേണുവിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. രേണു സുധിയുടെ ബുദ്ധി വെച്ച് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു ചുക്കും അവളിടത്തില്ല. ഇതിനകത്ത് കാണിക്കുന്ന പോലെ കുറച്ച് ഫാഷൻ ഷോയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ അറിയാമല്ലോ ഇവിടെ റൂമിൽ പോലും ഇപ്പോൾ ക്യാമറയും കൊണ്ട് ഓരോരുത്തന്മാർ കയറി ചെല്ലുന്നുണ്ട്. അതിനകത്ത് ആ പടം വള്ളിയും പുള്ളിയും കുറച്ച് തുണി മാത്രമേ കാണത്തുള്ളൂ. ഉള്ള കാര്യം തുറന്നു പറയില്ല. അവൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് എന്താ പടം കിട്ടാന്, അത്ര ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതിനകത്തൊരു മാങ്ങയും ചക്കയൊന്നും ഇടുത്തൊന്നുമില്ല. വേറെ വല്ലവരും ആണെങ്കിൽ നമുക്ക് ഊഹിക്കാം ഇടുമെങ്കിലും ചെയ്യും. കാരണം ഇവളിടത്തില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ഇവള് അതിനകത്തൊരു ചുക്കും ഇടത്തില്ല. പറയാൻ മനസ്സിലായി. പ്രതീക്ഷിച്ച് ഇപ്പം നമ്മൾ പറയുമല്ലോ, സുധിയുടെ പേരും പറഞ്ഞ് നമ്മളെപ്പോഴും പറയുമ്പോൾ ഇവിടെ കുറ്റം പറയുന്നുണ്ട്. അപ്പം ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നും പറഞ്ഞ് കയറി ചെല്ലാൻ കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നല്ലവളായ ഉണ്ണിയായിട്ടായിരിക്കും നിൽക്കുന്നത്. അല്ല പട്ട് സാരിയോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ നമുക്ക് സംസാരിക്കാം. പിന്നെ വേറൊരു വീഡിയോ ഉണ്ട്, സജന ബ്ലോഗ് ഒരു കൊച്ചിനെ കിടന്ന് പറയുന്ന ഒരു വീഡിയോ. അത് ഇച്ചിരി ഓവറായി പോയില്ലേ സ്ത്രീയെ? ഓക്കെ, എന്തായാലും രേണുവിൻ്റെ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എന്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിങ്ങളുടെ വിചാരം, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന് ഭയങ്കര സങ്കടമാണ്. എടോ, ആക്ച്വലി ചേച്ചിയുടെ സൗണ്ടൊക്കെ മാറി കേട്ടോ. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് തോന്നി ഈ അടുത്ത സമയത്തൊന്നും സുധിയുടെ കുഴിമാടത്തിലൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. അതിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. രേണു സുധിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദനയാണ്. നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദനയുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. ഇതൊരു കുശുമ്പ നിങ്ങൾക്ക്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കത്തില്ല, ഒന്നിനും വരത്തില്ല. പക്ഷെ നിങ്ങളെ നെഗറ്റീവ്സ് ഇല്ലേ, കുശുമ്പാണോ തനിക്കൊക്കെ? എന്റെ കുശുമ്പന്മാരാ. നിനക്കൊന്നും വരുന്നില്ല, അസൂയ്ക്ക് കുശുമ്പിനും വരുന്നില്ല. നീയൊക്കെ അവിടെ നിന്ന് നെഗറ്റീവ് അടിക്കും, ഞാൻ ഇങ്ങനെ ഉയർന്നു പോകും. നീയൊക്കെ അവിടെ നിന്ന് നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഐ ലവ് യു. അവരെല്ലാം ഇപ്പം നിന്നെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അത് നിനക്കറിയാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു മനസ്സുഖം നിന്നെ 4 പറയണമെന്നുള്ള ഒരൊറ്റ കാര്യം. ഞാൻ ഈ ഒരു കേസ് വിട്ടതാണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ, അതുലിനെ കൊട്ടേഷൻ കൊടുത്ത കുറച്ച് കഥകളും കാര്യങ്ങളുമൊക്കെ. ഇനി അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ വാലാട്ടിപ്പട്ടി, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. സജനയുടെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ചില സിനിമയിലൊക്കെ അഭിനയവും നല്ല ഇതൊക്കെ കണ്ടപ്പം എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാൻ വേണ്ടി അല്ലേ എന്നുള്ള രീതിയിൽ. പിന്നീട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്തു. ഈ അടുത്ത സമയത്ത് ചേച്ചിയുടെ കൂട്ടുകാരികളൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ മതിപ്പാ. സമാറ്റ സുഖിക്ക് പോലും കാണത്തില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കി വെക്കാം. നമസ്കാരം. ഇനി പറയാൻ പോകുന്നത്, ഫേസ്ബുക്ക് ഫോളോ ചെയ്യണേ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതായിരിക്കും ഏത് സീരിയസ് വിഷു ആണെങ്കിലും പോലും, മരണത്തിനാണെങ്കിലും പോലും പുള്ളിക്കാരി അത് പറയും. അത് പിന്നെ നമ്മളും മരണത്തിനൊന്നും പറയത്തില്ല കേട്ടോ. ചേച്ചി എന്തെങ്കിലും പറ, ചേച്ചിയുടെ ഇഷ്ടം. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തേക്കണേ. ഓക്കെ, കൊച്ചൻ്റെ കേസ് ആയിട്ടിലോട്ട് നമുക്കൊന്ന് സംസാരിച്ചു പോവാം. എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. സ്വന്തം തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ളവർ കണ്ട് ഒരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അവൻ ചെയ്തത്. അവൻ ആ വീഡിയോ എടുത്ത് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് തിരിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടത്. ഇത് സ്വന്തം അച്ഛൻ്റെ അമ്മയാണെങ്കിൽ അവരോട് കൂടി ആയിരിക്കും ഇങ്ങനെ ഇടുന്നത്. അപ്പൊ അവരുടെ കൾച്ചർ എത്രത്തോളം ഉണ്ടെന്ന് ഈ ചെക്കൻ്റെ വായിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ഈ അച്ഛൻ പറയുന്ന ചേട്ടാ അമ്മാവ ശരി അമ്മാവ പറഞ്ഞ് കളിയാക്കിയുള്ള സംസാരം. ഈ അമ്മാവൻ എന്ന് പറയുന്നത് അമ്മയുടെ ആങ്ങളെയാണല്ലോ. അപ്പൊ ഇവന്റെ കൾച്ചർ ഇതാണ്. അവന്റെ വീട്ടിലുള്ള അമ്മയായാലും അമ്മയുടെ സഹോദരങ്ങളെ ആയാലും ബാക്കിയുള്ള ബന്ധുക്കളെ ആയാലും കാണുന്നത് ഈ ഒരു രീതിക്കാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്ന് സജിന, വീട്ടിലും ഉണ്ടല്ലോ മക്കള്. മക്കളുടെ കാര്യങ്ങളൊക്കെ സജിന തിരക്കാറുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങൾ തിരക്കൊന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് സസ്പെൻസ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. സമയമാവുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ ചേച്ചി പറ. എന്തായാലും ആ പോസ്റ്റ് ഞാൻ വായിക്കാം. ഈ അനിൽചന്ദ് വീഡിയോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി. മാത്രമല്ല വേറെ ചെറിയ പാർട്ടികളും ഉണ്ട്. അപ്പം മിണ്ടാതിരിക്കും തോറും ഇവ നമ്മൾ അണ്ണാക്കിനകത്ത് കമ്മിട്ട് കുത്തി നമ്മളോട് ഛർദ്ദിക്കാൻ നോക്കിയാണ്. പക്ഷെ ഛർദ്ദിക്കുന്നത് നിനക്ക് ദോഷമാണ്. നീ വാരേണ്ടി വരും. ഓക്കെ, വായിച്ചു. ഈ പയ്യൻ ഇന്നത്തെ വീഡിയോയിൽ എന്റെ പേര് വീണ്ടും പരാമർശിച്ചു. ഇനി ഇപ്പൊ എന്നെ തരുന്നത് കരുതേണ്ട. മോനെ, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് കറക്റ്റായ ചോദ്യമാണ്. 2-3 ദിവസത്തിനകം വെച്ച് ഇവർ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഇല്ലെന്ന കാര്യം നമുക്ക് അറിയത്തില്ല. ഒട്ടങ്ങി മാല പോക്കത്തിനെ കാണിക്കത്തില്ല. കാരണം പറഞ്ഞാൽ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. കാരണം പറഞ്ഞാൽ കണ്ട അപരാധ വീഡിയോകൾ എടുത്ത് സെർച്ച് ചെയ്യുക, അത് കണ്ട് സൂം ചെയ്യുക, കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞ് ഈ അപരാധ വീഡിയോ ഇടുന്നത് നിന്റെ കൂട്ടുകാരിയല്ലേ? അപ്പൊ അവൾ അപരാധ വീഡിയോ ഇടുന്നത് നിനക്ക് മനസ്സിലായോടിയ?
മോളെ എന്ന് ഞാൻ വല്ലതും പറഞ്ഞാൽ നിനക്ക് പിടിക്കൂ? അപ്പൊ നിന്റെ കൂട്ടുകാരിയുടെ വീഡിയോ മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. അപ്പൊ അവൾ ഇടുന്ന അവരാതെ വീഡിയോ ഒന്ന് നിനക്ക് നല്ല രീതിയിൽ അറിയെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചിട്ട്? നീ കുറെ നാൾ കൊണ്ടിരുന്ന് കുരയ്ക്കുവാണല്ലോ, ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ടിരുന്ന് കുരച്ചുകൊണ്ടിരിക്കുവാണല്ലോ സജിനെ. ഇത് സജിനെ എന്തായാലും കാണുമെന്നറിയാം. ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറയാം, നീ കുറെ നാൾ കൊണ്ടിരുന്ന് അവരാതെ വീഡിയോ എന്ന് നീ പറയുന്നത് നിന്റെ കൂട്ടുകാരിയുടെ തന്നെ അല്ലേ? നിന്റെ കൂട്ടുകാർ അത് അവരാതെ വീഡിയോ എന്ന് നിനക്ക് മനസ്സിലായല്ലോ, നിനക്ക് മനസ്സിലായി കാണുമല്ലോ, ആണല്ലോ. എന്നിട്ട് ഇരുന്നിട്ട് വന്ന് കൊണയടിക്കുന്നത് നീ. ആദ്യം നിന്റെ കൂട്ടുകാരി പോയി നന്നാക്കാൻ നോക്കും. നീ അവക്കെതിരെ വീഡിയോ ചെയ്തിട്ട് പിന്നെ പ്ലേറ്റ് മാറ്റിയതാ. ഇതിന് പല തന്തയുടെ സ്വഭാവം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലാ. ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ആരാണോ ചെയ്യുന്നത്. അപ്പൊ ഈ ഏജ് 15-16 വയസ്സാണ് പുള്ളിന്റെ ചെറുക്കൻ. അപ്പൊ കൂടി പോയ +1 +2 ആ ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ആയാലും ഇവൻ വട കണ്ടിട്ട് റിയാക്ഷൻ വേണ്ടി ചെയ്യുന്നു, പ്രിവിലേജ് കണ്ടിട്ട് റിയാക്ഷൻ വേണ്ടി ചെയ്യുന്നു. കണ്ട അസംസികളെ റിയാക്ഷൻ വേണ്ടി ചെയ്യുന്നത്. ഏത് സ്കൂളിലാടി വട കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് സ്കൂളിലാ? അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. ഇപ്പോഴത്തെ സ്കൂളിലെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. വിവരം കേട്ടവളെ ഇറങ്ങിപ്പോ, നീ ഇറങ്ങിപ്പോ വിവരദോഷി അവിടുന്ന്. സത്യം പറയാലോ, നല്ല ചൊറിച്ചിൽ വരുന്നുണ്ട്. ഇവക്കൊക്കെ പ്രാന്ത, ഇവളെ പോലുള്ളവളൊക്കെ പ്രാന്ത് പിടിച്ച സാധനങ്ങളാണ്. എടാ ആ സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടിയ ഒരു പെണ്ണാന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി ബഹുമാനമൊക്കെ കൊടുത്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ്. നിനക്കൊന്നും അതിനൊന്നും ഒരു യോഗ്യതയില്ല സത്യം പറഞ്ഞാൽ. നിനക്ക് ഇങ്ങനെ രേണുവിന്റെ അതും ഇതും പറ്റും. അവൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, നീ കൂടെ പോയി ചേർന്ന് നല്ലതായിരിക്കും. വീട്ടിലും ഉണ്ട് ആൺമക്കളൊക്കെ, ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അവരെ കുറിച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഞങ്ങൾ തിരക്കുന്നുണ്ട് കേട്ടോ, സമയമാകുമ്പോൾ അത് വരും. ആ കൊച്ചിന് വയസ്സ് എത്രയായി? 16. ഇത് ഏത് രീതി സജിന കേസ് പോകുന്നത് സജിനയ്ക്ക് അറിയാവോ? ഇതിന്റെ നിയമവശം വല്ലതും അറിയാവോ സജിനയ്ക്ക്? വല്ലതും അറിയാവോ? യൂട്യൂബ് അവിടെ തന്തട വകയാന്നുള്ള രീതിയിൽ അവിടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നാണം സാധനമൊക്കെ. നീ രേണുവിന്റെ കൂടെ കൂടിയത് എന്തിനാ? നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ അതിനുവേണ്ടി പൈസയ്ക്ക് തന്നെയല്ലേ, ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ അവളെ വിറ്റ്. നീ സത്യം പറഞ്ഞാൽ വിറ്റ് തിന്നത് നീയാന്നേ ഞാൻ പറയത്തുള്ളൂ. അവിടെ കൂടെ എന്ന് ചതിക്കുന്നേക്കാൾ അന്തസ്സുണ്ടടി ഞങ്ങൾ നേരെ എന്ന് സംസാരിക്കുന്നതിന്. നീ അവിടെ കൂടെ എന്നാ ചതിക്കുന്നേ? എന്നിട്ട് നീ അതിനെ വിളിച്ചതിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തു. നീ അത് രേണുവിന്റെ വീട്ടിൽ ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നാറി ചെയ്തു. എത്ര പ്രാവശ്യം കണ്ടതിന് ശേഷം റിയാക്ഷൻ ചെയ്യുന്നത് ആ തന്റെ തലയെ നമിച്ചു. അവന്റെ തന്റെ നല്ല നീ നമിക്കും. അവരെ ഉണ്ടാക്കിയിട്ട് ഇത് നല്ല ഉറപ്പുള്ള ഒരുത്തനെയാ, അവൻ അന്തസ്സുള്ള ചേർക്കനാ. നിന്റെ തന്തയും തള്ള അവരുണ്ടോ നമിക്കാനാ? അവർക്ക് പോലും നാണക്കേടായിരിക്കും, മുണ്ടിട്ടായിരിക്കും നടക്കുന്നത്. അന്വേഷിക്കുമ്പോൾ അറിയാം ഓരോണത്തിൻ്റെയൊക്കെ കഥകൾ എന്താണെന്നുള്ള രീതിയിലാണ്. കുറെ അന്വേഷിച്ച് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇനി വിവരിക്കുന്നില്ല ചേച്ചി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിന്റെ സ്കൂൾ അതിൽ ആദ്യം മുതൽ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് സൂം ചെയ്ത് നോക്കുന്നത് നീ നിന്റെ സഹപ്രവർത്തകരെ പോലും അവരുടെ അറിവില്ലാതെ ഉൾപ്പെടുത്താൻ മടിക്കില്ലല്ലോ. സത്യം. പോലീസ് ഭാഷയിൽ ഇതിനൊരു പേരുണ്ട്, ഹാബിറ്റൽ ഓഫൻഡർ. ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസ് കൃത്യമായി മോണിറ്റർ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനം നമ്മുടെ സൈബർ സെല്ലിൽ ഗവൺമെന്റ് സെക്ഷനിൽ നിലവിലുണ്ട്. അവരൊക്കെ നിന്നെ കിട്ടിയാൽ നീ ഒന്ന് അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം പൊക്കുന്നത് നിന്നെ ആയിരിക്കും. അതുകൊണ്ട് കുഞ്ഞെ നീ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പെരുമാറുക. നിന്റെ സ്കൂൾ അധികൃതർ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരും ഇടപെടും. കാരണം സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കും. ഇവരോടൊപ്പം പഠിക്കുന്ന മറ്റു കുട്ടികളും ശ്രദ്ധിക്കുക, അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഇങ്ങനെ കൃത്യമായ സ്വഭാവ ഗുണം കാണിക്കുന്ന ഹാബിറ്റൽ ഒഫൻഡേഴ്സ് സമൂഹത്തിൽ ശ്രദ്ധിച്ച് നോക്കി കാണേണ്ടവരാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾ ആരുമായി ഇടപെടുന്നു എന്ന് പരിശോധിക്കുക. ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളോട് ബന്ധം അപകടം നൽകും. പയ്യൻ വീഡിയോയിൽ പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരും സഹോദരിമാരും പഴം സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഇത്ര വിഷയങ്ങൾ ഇവിടെ കിടക്കുന്നു. അതൊന്നും ഇവിടെ ചെയ്യത്തില്ല. ഈ അടുത്ത സമയത്ത് എല്ലാവരും കൂടെ എടുത്തങ്ങ് അലക്കി. നീ എന്തെങ്കിലും ഈ രേണുവിന്റെ അല്ലാതെ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറെ കണ്ടന്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു രേണുവിനെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. അവള് തന്നെ പറയുന്നുണ്ട് വട ഇതൊരു വൾഗറായിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് എടുത്ത് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നിന്റെ കൂട്ടുകാരെ നന്നാക്കടി ആദ്യം പോയിട്ട്. ആണും പെണ്ണും കെട്ടവളെ മരപ്പട്ടി സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന അമ്മമാരുടെ അച്ഛന്മാരുടെ കാര്യത്താണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ മക്കളില്ലേ, കൊച്ചുമക്കളില്ലേ? എന്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ കൊടുത്തിട്ട് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് പറയുന്നില്ല? അപ്പൊ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തണ്ടായി കാണാൻ നല്ല രസമായിരിക്കും. സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ അല്ലേ? ബാക്കി വരില്ല. എന്റെ പൊന്ന് സജിനെ, ആ കൊച്ചൻ വിചാരിച്ചാൽ നിന്റെ ചാനല് പോലും കാണത്തില്ല. അത് നിനക്കറിയാവോ? ആ കൊച്ചിനൊന്ന് മോളിയാൽ മതി. നിനക്ക് ഏതൊക്കെ രീതി കൂടെ വെല്ലുവിളിക്കാൻ പറ്റുമോ സജിനയ്ക്ക്? ഇപ്പൊ നീ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു ചാനൽ പോലും കാണാത്ത രീതി വേണമെങ്കിൽ ആക്കാൻ ആ കൊച്ചൻ വിചാരിച്ചാൽ പറ്റും. സത്യമാണ് ഞാനീ പറഞ്ഞത്. പിന്നെ ജീവിതത്തിൽ നിനക്ക് ആ ചാനൽ തൊടാൻ പറ്റത്തില്ല. ഏതൊക്കെ വഴി കൂടെ വരുമെന്ന് അറിയാൻ പറ്റും. സജിന ഇരുന്ന് കരയും, വെപ്രാളപ്പെടും. സീരിയസ് ആയിട്ട് പറഞ്ഞ സജിന പെടും. സജിന ഉറപ്പാ സജി, നീ പെട്ടിരിക്കും. ഞാൻ അത്രേ പറയാന്നുള്ളൂ. ഇത് കോൺഫിഡൻസ് ഉണ്ടോണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്.
നിക്ക്. ഇതിപ്പം എന്താ പറയണ്ടേ, ഇതിപ്പം കുറച്ച് കാര്യങ്ങളുണ്ട് സജിന. ഞാനെല്ലാം ഇങ്ങനെ ശേഖരിച്ച് തട്ടി ഇങ്ങനെ വെച്ചപ്പോൾ ഉണ്ട് ഒരു നിമിഷത്തിൽ നമുക്കത് പറയാൻ പറ്റിയില്ലെങ്കിൽ പറയേണ്ട അവന്മാർ വന്ന് അടിക്കുന്ന രീതിയിലത്തെ ഒരു സാധനം കയ്യിരിപ്പുണ്ട്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടാലേ നമുക്ക് വേദനിക്കുന്ന എപ്പോഴാണെന്നറിയോ, നമുക്ക് വേണ്ടപ്പെട്ടവർക്കിട്ട് കൊട്ടുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വേദന വരുന്നത്. വീട്ടിൽ പയ്യൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ സഹോദരിമാരും ചേട്ടന്മാരും സഹപ്രവർത്തകരും ഉണ്ടെന്ന് ഈ പയ്യൻ പറയുന്നു. അപ്പൊ ആ അദ്ദേഹത്തിന് ചോദിച്ചു, നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ന്യായീകരിക്കുമോ? നിങ്ങളുടെ മക്കൾ ഇത്തരത്തിൽ സൂം ചെയ്ത് റിയാക്ഷൻ ചെയ്തത് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നു? ഇത് നിങ്ങളുടെ നിലപാടാണോ? കറക്റ്റ് ചോദ്യം. നിലപാട് വേറെ കുറെ ഒക്കെ കടപ്പുണ്ട്, കുറച്ചും കൂടെ നീക്കട്ടെ. പക്ഷെ അതേസമയം കുഞ്ഞൊന്ന് കരയുമ്പോഴത്തേക്ക് തന്ത ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് കൂടെ കളിക്കണം പറഞ്ഞ് എടുത്തു കൊടുക്കും. ആ സ്പോട്ടിൽ അവന്റെ ആഗ്രഹം, അവന്റെ ഇഷ്ടം എന്താണോ സാധിച്ചു കൊടുക്കുന്നിടത്തായിരിക്കും അവൻ സ്നേഹം. കുറച്ച് കഴിയുമ്പോൾ കൈ മൊത്തം മുറിച്ച് വാരി തിരിച്ചുകൊണ്ട് വരുന്ന ആരുടെ അടുത്തേക്കായിരിക്കും? അമ്മ എന്റെ കൈ കൂടി എന്ന് പറഞ്ഞ് സ്വന്തം തള്ളയെടുത്തോട്ടായിരിക്കും വരുന്നത്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്തോരം കമന്റ് എന്നറിയാം, കാവൃത്തി ചെറുക്ക മോനെ അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കുടിമുക്കുന്നതും അലവരാതി പെണ്ണുങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ കേട്ട് സൂചിക്കാനും അടിച്ചുവിട്ടേക്കുമാണ്. ഞാനും അതാണ് ആലോചിച്ചത്, ഇവന്റെ സ്കൂൾ ടീച്ചേഴ്സ് ഒന്നും ഇത് കാണുന്നില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇവന്റെ സ്കൂൾ ഞങ്ങൾ കണ്ടുപിടിക്കും, നേരിട്ട് പ്രിൻസിപ്പാളുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിക്കും. ഇവന്റെ ഏജിലുള്ളത് ചെയ്തോട്ടെ, ഇതൊക്കെ സ്മാർട്ടാണ്, പക്ഷെ ഓവർ സ്മാർട്ട് പാടില്ല. അതായത് ഇവന്റെ ഈ പ്രായത്തിലുള്ള വീഡിയോസുകൾ അവനിടാം, അവനെ പ്രതികരിക്കും. നീ ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു, അവന്റെ സ്കൂള് കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്ന് സാറിനോട് പറയാൻ ഞാൻ ഒരു അന്തസ്സുണ്ടെന്ന് പറയാം. ഇതിപ്പോ നീ എന്തോ ചെയ്തത്? അവന്റെ വീഡിയോ വരെ വെച്ചിട്ട് നീ സംസാരിക്കുമ്പോൾ നമ്മളെ വകുപ്പ് വേറെയാണ് കേട്ടോ. 16 വയസ്സ് കഴിഞ്ഞിട്ടില്ല, നീ കണ്ടോ, നീ കരയാൻ പോകുന്നേ ഉള്ളൂ, നീ കരയിക്കും. അത്യാവശ്യമുള്ള ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് തന്നെ ഇവിടുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ചുമ്മാ ഇരിക്കുമ്പോൾ അറിയണോട്ട് ഏച്ചിട്ട് ചോദിച്ചു നോക്കിയാൽ മതി അവിടുത്തെ പോലീസുകാരന്ന് സംസാരിച്ച കാര്യങ്ങളും എന്തൊക്കെയാണെന്ന്. അന്ന് തലപൊട്ടി വന്ന സമയത്ത് ഒരു സമയത്താണ് സ്റ്റേഷനിൽ പോയത്. അന്ന് പോലീസുകാർ എങ്ങനെയുള്ള എന്നോട് സംസാരിച്ചത്, ഏത് രീതിയിലാണെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാക്കി തരാം. എന്നാലും സജനയുടെ കാര്യത്തിൽ തീരുമാനമാക്കട്ടെ. അതുപോലെ പോലെ ഒരു 35 മിനിറ്റ് വീഡിയോകളും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇവക്കുള്ളൊരു ഡോസ് ഇപ്പം തന്നെ അത് സെറ്റ് ചെയ്താലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ.